ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 56 ആണ്. അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അതുപോലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWD, പമ്പ് ഓപ്പറേറ്റർ, സബ് എഞ്ചിനീയർ പോലത്തെ എക്സാംസിനെല്ലാം വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പമ്പ് ഓപ്പറേറ്ററിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിയിൽ ഡെയിലി നമുക്ക് 2 hours ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. എല്ലാവരും ലൈവ് വരാൻ നോക്കാം. ഇന്ന് രാവിലെ ഒരു സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് 3:30 ഒരു സെഷൻ ഉണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. മാക്സിമം എല്ലാവരും ലൈവ് വരാൻ നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ അക്കാഡമിയിലെ പുതിയ ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കുക. നിങ്ങളുടെ LDC പോലത്തെ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർ 90 ഡേയ്സിലെ ഒരു പുതിയ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ബാച്ചാണ്. 21 ജൂലൈ സ്റ്റാർട്ട് ചെയ്യുന്നു. ബാച്ച് 2 10th ലെവലാണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് LDC പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ജോയിൻ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. അതുപോലെ ദൗത്യത്തിൻ്റെ 50 ഡേയുടെ കോഴ്സും സെക്രട്ടറി അസിസ്റ്റൻ്റ് ഒരു ഡിഗ്രി ലെവൽ എക്സാം 22 ജൂലൈയിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറൻ്റ്ലി റണ്ണിംഗ് ആയിട്ടുള്ള 2 ബാച്ചസാണ്. 8 ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്തതും 50 ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്തതും. ഇപ്പോൾ ഡിഫറെൻറ്റ് ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ഇപ്പോൾ മൺഡേ ടു സാറ്റർഡേ 8 PM ജയ്താവ് T20 ക്വസ്റ്റ്യൻസ് 20 minutes. ഓക്കെ, ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റാണ്. LDC LGC മെയിൻ എക്സാം ഉള്ള സബ്ജക്ട്സ് ബേസ് ചെയ്തുള്ള സിലബസ് ആണ്. അതുപോലെ തന്നെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വീക്ക്ലി കറണ്ട് അഫയേഴ്സിന് ടെസ്റ്റ് ഉണ്ട്. എല്ലാ PSC എക്സാംസും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് 9th 6th 16th 23rd 30 ജൂലൈ 10 PM. അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക് 1 month അക്കാഡമി കേരള PSCയുടെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ സെക്കൻഡ് പ്രൈസ് കിട്ടുന്നവർക്ക് ₹12,000 വർത്ത് ഓഫ് ആമസോൺ വൗച്ചേഴ്സ് ആണ്. തേർഡ് പ്രൈസ് കിട്ടുന്നവർക്ക് ₹1,000 വർത്ത് ഓഫ് ആമസോൺ വൗച്ചേഴ്സ് ആണ്. എനിക്ക് മൻസൂർ സാറാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ജൂലൈ 18th 25 2 PM, അതുപോലെ 18, 25 8 PM. 2 PM ഡിഗ്രി ലെവൽ അൾട്ടിമേറ്റ് മോക്ക് ടെസ്റ്റ് സീരീസ് ആണ്. LDC മെയിൻസ് 8 PM. ഓക്കെ, ഇതിൽ ഫസ്റ്റ് കിട്ടുന്നവർക്ക് ഫ്രീ ആയിട്ടുള്ള 1 year സബ്സ്ക്രിപ്ഷൻ. സെക്കൻഡ് 5th കിട്ടുന്നവർക്ക് 75% സ്കോളർഷിപ്പ് ഓൺ 1 year സബ്സ്ക്രിപ്ഷൻ. 6th to 10th കിട്ടുന്നവർക്ക് 50% സ്കോളർഷിപ്പ് ഓൺ 1 year സബ്സ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ പ്ലസ് ഫീച്ചേഴ്സ് ആണെങ്കിൽ കംപ്ലീറ്റ് സിലബസ് ആണ്. അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയർ സെഷൻ ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സും ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇപ്പോൾ ജൂലൈയിലുള്ളൊരു ഓഫറാണ് 3+1 കോംബോം 12+2 കോംബോ. 3 മാസം സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് 1 മാസം കൂടി സൗജന്യമായി നൽകുന്നുണ്ട്. 12 മാസം സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് 2 മാസം കൂടി സൗജന്യമായി നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ മന്ത്ലി ഫീസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മൈ റെഫറൽ കോഡ് CINUANCI, ഓക്കെ, മൈ റെഫറൽ കോഡ് CINUANCI യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഓരോ മാസത്തെ ഫീസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് 10% ഓഫ് എൻ്റെ റെഫറൽ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ AC system is preferred to DC system because AC voltage can be easily changed in magnitude. DC motors do not have fine speed control. High voltage AC transmission is less efficient. DC voltage cannot be used for domestic appliances. എവിടെയാണ് ദ AC സിസ്റ്റം ഈസ് പ്രിഫേർഡ് ടു DC സിസ്റ്റം ബിക്കോസ് എന്താണ് AC വോൾട്ടേജ് ക്യാൻ ബി ഈസിലി ചേഞ്ച്ഡ് ടു മാഗ്നിറ്റ്യൂഡ് ആണ്, ചേഞ്ച്ഡ് ഇൻ മാഗ്നിറ്റ്യൂഡ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ AC സിസ്റ്റം വി ജനറേറ്റ് സൈൻ വേവ് ഫോം ബിക്കോസ് AC സിസ്റ്റത്തിൽ നമ്മൾ സൈൻ വേവ് ജനറേറ്റ് ചെയ്യുന്നു ബിക്കോസ് ഇറ്റ് ക്യാൻ ബി സ്റ്റഡിലി ഡ്രോൺ ആണോ, ഇറ്റ് പ്രൊഡ്യൂസസ് ലീസ്റ്റ് ഡിസ്റ്റർബൻസ് ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് ആണോ, ഇറ്റ് ഈസ് നാച്ചുറൽ സ്റ്റാൻഡേർഡ് ആണോ, അതർ വേവ്സ് കനോട്ട് ബി പ്രൊഡ്യൂസ്ഡ് ഈസിലി ആണോ. ഏതാണ് ഇൻ AC സിസ്റ്റം വി ജനറേറ്റ് സൈൻ വേവ് ഫോം ബിക്കോസ് എന്താണ് ഇറ്റ് പ്രൊഡ്യൂസസ് ലീസ്റ്റ് ഡിസ്റ്റർബൻസ് ആണ് ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് വിൽ വർക്ക് ഓൺലി ഓൺ DC സപ്ലൈ, ഇലക്ട്രിക് ലാമ്പ്, റെഫ്രിജറേറ്റർ, ഹീറ്റർ, ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇറ്റ് ഇസ് ഓപ്ഷൻ 4 ആണ്, ഇലക്ട്രോപ്ലേറ്റിംഗ്. The power factor of an AC circuit is given by AC സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ 4 ആണ്, R/Z. ഇതൊരു പ്രോബ്ലം ആണ്. ഇൻ RL സീരീസ് സർക്യൂട്ട് R എന്നിട്ടുണ്ട് 10 ohm, XL എന്നിട്ടുണ്ട് 10 ohm. ഓക്കെ, ദ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ദ അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് സർക്യൂട്ട് കറണ്ട് ആണ് കണ്ടുപിടിക്കാനുള്ളത്. RL ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം tan phi. ഓക്കെ, tan phi ഈക്വൽ ടു എന്താണ് XL/R. ഈ ഒരു ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വേറെ XL എന്നിട്ടുണ്ട് 10, R എന്നിട്ടുണ്ട് എത്രയാണ് 10. അപ്പോൾ രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ദാറ്റ് ഇസ് 5 ഈക്വൽ ടു എത്ര കിട്ടും, ഇറ്റ് ഇസ് 45. ഓക്കെ, ഓപ്ഷൻ A ആണ് ആൻസർ വന്നത്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ എ ഗ്രേറ്റർ അക്യുറസി ദ വാല്യൂ ഓഫ് ഫൈ ദാറ്റ് ഇസ് ഫൈ ആംഗിൾ ഷുഡ് ബി ഡിറ്റർമിൻഡ് ഫ്രം കോസ് ഫൈ ആണോ, സൈൻ ഫൈ ആണോ, ടാൻ ഫൈ ആണോ, സീക്ക് ഫൈ ആണോ. ഇറ്റ് ഇസ് ഓപ്ഷൻ C ടാൻ ഫൈ. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, പവർ ഫാക്ടർ ഓഫ് ആൻ DC സർക്യൂട്ട്, DC സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടർ ഇറ്റ് ഇസ് 1. അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ, പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ DC വർക്ക് ഓൺലി. ഓക്കെ, ദ സ്കെയിൽ ഓഫ് പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ഈസ് യൂണിഫോം ബിക്കോസ് സ്കെയിൽ യൂണിഫോം ആണോ എന്നും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യനിൽ. യൂണിഫോം കാരണം എന്താണ്, ഇറ്റ് ഇസ് സ്പ്രിംഗ് കൺട്രോൾ ആയതുകൊണ്ടാണ്. ഇറ്റ് ഇസ് ഓപ്ഷൻ C ആണ്, ഇറ്റ് ഇസ് സ്പ്രിംഗ് കൺട്രോൾ.
11ാമത്തെ ക്വസ്റ്റ്യൻ ഷൺസ് ആർ ജനറലി മെയ്ഡ് ഓഫ് കോപ്പർ, അലുമിനിയം, സിൽവർ, മാഗ്നാനിൻ. ഇറ്റ് ഈസ് ഓപ്ഷൻ 4 മാഗ്നാനിൻ ആണ്. In a two-port tariff, variation in load factor will affect. In two-port tariff, variation in load factor will affect fixed charges ആണോ operating or running charges ആണോ both A and B, either A or B. It is option B ആണ് operating or running charges. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ഹോപ്കിൻസൺ ഡിമാൻഡ് റേറ്റ് ഓർ two-port tariff, the demand rate or fixed charges are dependent upon the energy consumed ആണോ depending upon the maximum demand of the consumer ആണോ ഏതാണ് വരുന്നത്? ഇൻ ഹോപ്കിൻസൺ ഡിമാൻഡ് റേറ്റിൽ അല്ലെങ്കിൽ two-port താരിഫിൽ ഡിമാൻഡ് റേറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് അപ്പോൺ ദി മാക്സിമം ഡിമാൻഡ് ഓഫ് ദി കൺസ്യൂമർ ആണ്. വിച്ച് പ്ലാന്റ് ക്യാൻ നെവർ ഹാവ് 100% ലോഡ് ഫാക്ടർ ഇല്ലാത്ത പ്ലാന്റ് ഏതാണ്? ദി പീക്ക് ലോഡ് പ്ലാന്റ് ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ പവർ ഇലക്ട്രോണിക് എസെൻഷ്യലി ഡീൽസ് വിത്ത് കൺട്രോൾ ഓഫ് AC പവർ ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇറ്റ് ഇസ് 50 ഹെർട്സ്. ഓപ്ഷൻ ഡി ആണ് 50 ഹെർട്സ് ഫ്രീക്വൻസി. 16ാമത്തെ ക്വസ്റ്റ്യൻ വേണ്ട എമിറ്റർ ടെർമിനൽ ഓഫ് എ UJT ഓപ്പൺ ആണെങ്കിൽ the resistance between the base terminal is generally ഏതായിരിക്കും? ഇറ്റ് ഇസ് ഹൈ ആയിരിക്കും. എമിറ്റർ ടെർമിനൽ ഓഫ് UJT ഓപ്പൺ ആണെങ്കിൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബേസ് ടെർമിനൽ ഇസ് ജനറലി ഹൈ ആയിരിക്കും. when a UJT is turned on, the resistance between emitter terminal and lower base terminal, UJT ഓൺ ആകുന്ന സമയത്ത് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എമിറ്റർ ടെർമിനൽ ലോവർ ബേസ് ടെർമിനൽ എന്ന് പറയുന്നത് ഈസ് ഡിക്രീസ്ഡ് ആണ്, കുറയാണ്. To turn on UJT, the forward bias on the emitter diode should be dash the peak point voltage. It is more than the peak point voltage. The MOSFET switch in its own state may be considered equivalent to ഏതായിരിക്കും? MOSFET ഓൺ സ്റ്റേറ്റിൽ സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഇറ്റ് ഇസ് equivalent to capacitor. Most of the linear IC are based on two transistor differential amplifier because of its high CMR common mode rejection ratio. Negative feedback in amplifier, it will reduces gain. Speed of a super fast train trational വരുന്നതാണ്. It is more than 100 km/h. The number of passenger coaches that can be attached to a diesel engine locomotive on broad gauge is usually restricted to എത്രയായിരിക്കും number of passengers? broad gauge ആണെങ്കിൽ it is 10 ആണ്. Maximum demand of a power plant is it is greatest of all short time interval averaged demand during a period. Maximum demand on a power plant എന്ന് പറയുന്നത് greatest ആണ് of all short time interval averaged to demand during a period. Annual installment towards depreciation reduces as a rate of interest increases with annual installment towards depreciation കുറയാണ് as a rate of interest increases with സിങ്കിങ് ഫണ്ട് ഡിപ്രീസിയേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാവരും പഠിക്കാം. അപ്പോൾ തരുന്ന നമ്മുടെ MCQ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങളുടെ എല്ലാ എക്സാംസിനും വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സിന് വരാൻ നോക്കാം. 55 വരെയുള്ള സീരീസ് എല്ലാവരും കാണുക. ഓക്കെ, താങ്ക് യു.